This is Beyond Sports. Accept the unaccepted. ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് മലപ്പുറത്ത് നടന്നത്. ആവേശമാകാം, ആകാശത്തോളം ആവേശമാകാം, പക്ഷെ അതൊരിക്കലും അതിരി വിടരുത് എന്നുള്ളതാണ്. പുറത്തുനിന്നാരും വരാൻ തയ്യാറാവില്ല. ആരും സുരക്ഷിതത്വമില്ലാത്തവരിടത്തേക്ക് എങ്ങനെ വരും? അതാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ പുറത്ത് നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമായിരിക്കണം, നീതിയുക്തമായ അന്വേഷണം നടത്തണം. ഹസന് നീതി കിട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വളഞ്ഞ് ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മാനസികമായിട്ട് കുറ്റബോധം തോന്നിപ്പോകുന്നു. കുറ്റക്കാരായാലും പരമാവധി ശിക്ഷിക്കപ്പെടണം. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടുകയും വേണം. കൊലപാതകങ്ങളിലേക്ക് നയിച്ച കളികൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വിദേശിയെ ഇങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിച്ച് കൊണ്ടുവരുന്ന ഒരാളിനെ അങ്ങനെ ആക്രമിക്കുക നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അത്തരത്തിലൊരു സംഘർഷാവസ്ഥ കളിയുടെ ഭാഗമായി ഉണ്ടാകുന്ന വാശിപ്പുറത്തുണ്ടാകുന്ന സംഘർഷങ്ങളല്ലാതെ ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല. അതെല്ലാം ചെയ്യുന്നതിന് പകരം ഒരു കൂട്ടം ചെറുപ്പക്കാർ കയറി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുക, എന്തെങ്കിലും സംഭവിച്ചു പോരുന്നെങ്കിലും. ഹസൻ ജൂനിയർ പരാതിയുമായി കടന്നു ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുകയും അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പുറകെ ഓടിച്ചു തരുന്നു. എന്താണ് മലപ്പുറത്തുകാരൊക്കെ സംഭവിച്ചതെന്ന് നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ സബ്ജക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. സബ്ജക്റ്റ് മറ്റൊന്നുമല്ല, നമ്മൾ വിദേശ ഫുട്ബോളിൽ ഒരുപക്ഷെ യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു കാര്യമായിരുന്നു വംശീയ അധിക്ഷേപം എന്ന് പറയുന്നത്. വംശീയ അധിക്ഷേപം നമ്മൾ നടന്നേക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ കേരളത്തിലെ ഫുട്ബോളിനെ തന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ജില്ല കൂടെയായ മലപ്പുറം ജില്ലയിലാണ് നടന്നേക്കുന്നത്. എന്താണ് ഇത്തരമൊരു വംശീയ അധിക്ഷേപങ്ങൾ നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാവുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് മലപ്പുറത്ത് നടന്നത്. കാര്യം ഇത്രയും കാലമായി ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും പ്രത്യേകിച്ച് വിദേശ ഫുട്ബോൾ കളിക്കാർക്ക് വളരെയധികം ആരാധകരുള്ളൊരു സ്ഥലമാണ് മലപ്പുറം. അവിടെ ഇത്തരമൊരു സംഭവം നടന്നു എന്ന് വാർത്തകൾ വരുമ്പോൾ തന്നെ ആദ്യമൊന്നും ഇത് വിശ്വസിക്കാൻ കഴിയില്ല. അവസാനം പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് SP ഓഫീസിലേക്ക് ഹസൻ ജൂനിയർ പരാതിയുമായി കടന്നു ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുകയും പിന്നെ ആ വിഷ്വലുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പുറകെ ഓടിച്ചു തരുന്നു. എന്താണ് മലപ്പുറത്തുകാരൊക്കെ സംഭവിച്ചതെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇതൊരു ശരിയായ നടപടിയല്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ? ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായും മതപരമായും ഒക്കെ ഒരുപാട് സംഘർഷങ്ങളും കലാപങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്തും ഒരിക്കലും ഫുട്ബോൾ അല്ലെങ്കിൽ കായിക രംഗത്ത് പ്രത്യേകിച്ച് മലപ്പുറം മേഖലയിൽ ഫുട്ബോളുകളിൽ അത്തരത്തിലൊരു സംഘർഷാവസ്ഥ കളിയുടെ ഭാഗമായി ഉണ്ടാകുന്ന വാശിപ്പുറത്തുണ്ടാകുന്ന സംഘർഷങ്ങളല്ലാതെ ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് തോന്നുന്നു യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ ഈ വംശീയാധിക്ഷേപം നടക്കുമ്പോൾ അതിനെതിരെ മലപ്പുറത്ത് വളരെ ശക്തമായ പ്രതികരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വഴിതിരി പ്രതിഷേധം പെലെയുടെ കാലം മുതൽ പെലെയെ വംശീയമായി അധിക്ഷേപിക്കുന്ന സമയത്ത് വളരെ ശക്തമായ പ്രതിഷേധം ഇറങ്ങിയ ഒരു സ്ഥലമാണ് മലപ്പുറം. ആ മലപ്പുറത്ത് വിദേശ കളിക്കാരൻ ഐവറി കോസ്റ്റ് കളിക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തോ സംഭവിച്ചു പോയി. അത് തടയപ്പെടേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരിക മേഖലയിൽ അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥിതിയിൽ വന്നൊരു മൂല്യച്യുതിയുടെ ഭാഗം തന്നെയാണ് ഇത്. ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്, വിഷലിക്കാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. പുതിയ തലമുറ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഈ സംഭവം മാറിയിരിക്കുന്നത്. ഇതൊരു പ്ലാൻഡ് വർധനമൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്തുണ്ടായ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അവർ പറയുന്നതാണെങ്കിൽ ഏതോ ഒരു കാണിയുടെ നേർക്ക് അദ്ദേഹം എന്തോ ഇത് കാണിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംഭവം. അതിൻ്റെ പുറത്താണ് ഇത്രയും ക്രൂരമായ ആക്രമണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനൊരു മത്സരം നടക്കുന്ന സമയത്ത് ഇങ്ങനെ വാശിയുടെ പുറത്ത് നമ്മൾ ചിലപ്പോൾ നാവ് കൊണ്ട് ചിലപ്പോൾ യുദ്ധങ്ങളൊക്കെ നടത്തും. പക്ഷെ തിരിച്ച് നാവ് കൊണ്ടാണ് യുദ്ധം നടത്താറ്. പക്ഷെ ഒരു വളഞ്ഞ് ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മാനസികമായിട്ട് കുറ്റബോധം തോന്നിപ്പോകുന്നു, നമുക്കല്ലെങ്കിൽ സങ്കടം തോന്നിപ്പോകുന്നു. നമുക്ക് ഈ മലയാളി എന്നതിൽ ഒരു പുച്ഛം തോന്നിപ്പോകുന്ന ഒരു അനുഭവമായിപ്പോൾ. പ്രത്യേകിച്ച് സ്പോർട്സിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം നാണക്കേട് കൊണ്ട് തലതാഴ്ന്നു പോകുന്നൊരു സംഭവമാണ് മലപ്പുറത്ത്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. പക്ഷെ അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം
ഒരു സീസണിൽ നമുക്കറിയാം മലപ്പുറത്ത് എല്ലാവരും ഐവറി കോസ്റ്റുകാരല്ല സുഡാനി അതുമായി ബന്ധപ്പെട്ട സിനിമകൾ തന്നെ വന്നിട്ടുണ്ട്. നൈജീരിയയിൽ നിന്ന് ആൾക്കാർ വന്ന് കളിക്കുന്നു. അവർ പോലും എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം എന്നതിലുപരി കളിയോടുള്ള ആവേശം കൊണ്ടാണ് അവരിവിടെ കളിക്കാൻ വരുന്നത്. അവരിവിടെ കളിക്കാൻ വരുന്നത് അതേ ആവേശത്തോടെ മലപ്പുറത്ത് ഞാൻ ആ സീസൺ സമയത്ത് മലപ്പുറം ഭാഗങ്ങളിൽ എവിടെ സഞ്ചരിച്ചാലും അവിടെ ഒരു വിദേശ കളിക്കാരനെ കാണാൻ കഴിയും. ആ വിദേശ കളിക്കാരനോട് എതിർ ടീമിലെ ആൾക്കാർക്ക് പോലും അല്ലെങ്കിൽ എതിർ ടീമിൻ്റെ പ്രദേശത്തേക്ക് അയാൾ ചെല്ലുമ്പോൾ അവരെ വളരെ സ്നേഹോഷ്മളമായി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരമൊരു സംഭവം ഉദ്ദേശിക്കുന്നത് പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. നമ്മൾ കാണാത്തൊരു വശം അതിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്താണ്? അല്ല, ഉറപ്പായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഈ കളി നടത്തുന്ന സംഘാടകരുണ്ടാവും, പോലീസുണ്ടാവും. ഈ കളിക്കാരൻ ഈ ഹസൻ ആരെങ്കിലും അവമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി പരാതി കൊടുക്കാം, സംഘാടകരോട് പറയാം, അല്ലെങ്കിൽ ആ ടീം മാനേജ്മെൻറ്റിനോട് പറയാം, അയാളെ കളിക്കളത്തിൽ നിന്ന് മാറ്റി നിർത്താം. ഒരു പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം കൂടെ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ അങ്ങനെ ആക്രമിക്കാൻ അത് പാടില്ലായിരുന്നു. നമ്മൾ കൊലപാതകങ്ങളിലേക്ക് നയിച്ച കളികൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വിദേശിയെ ഇങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിച്ച് കൊണ്ടുവരുന്ന ഒരാളിനെ അങ്ങനെ ആക്രമിക്കാൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കാം, അത് അന്വേഷണത്തിൽ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്തിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടിയെടുക്കാൻ നമുക്ക് എന്തെല്ലാം നിയമപരമായ മാർഗമുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം. അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെടാം. കാണികൾ ആവശ്യപ്പെട്ടാൽ മാറ്റി നിർത്തിയ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്യുന്നതിന് പകരം ഒരു കൂട്ടം ചെറുപ്പക്കാർ കയറി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുക, എന്തെങ്കിലും സംഭവിച്ചു വരുന്നെങ്കിലും ഇപ്പോൾ ഒരു മരണത്തിന് പോലും കാരണമാക്കുന്ന ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരു കൂട്ടം കയറി ആക്രമിക്കുമ്പോൾ പലപ്പോഴും മരണം സംഭവിക്കും. ഈ അടുത്ത കേരളത്തിൽ ഒരുപാട് സംഭവങ്ങളായി. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്തായി വരുന്നു? ഒരു വിദേശ കളിക്കാരനെ കേരളത്തിൽ കൊണ്ടുവന്ന് അപകടപ്പെടുത്തി ആൾക്കൂട്ടക്കൊല നടത്തിയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ സാഹചര്യം ഇവിടെ നിലവിൽ നമ്മുടെ ഫുട്ബോളൊക്കെ ഇങ്ങനെ ഒരു വളർച്ചയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടെ അങ്ങനെ ഒരു ഇമേജും കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായും ആരും ഇങ്ങോട്ട് വരാത്തൊരവസ്ഥ വരും. മലപ്പുറത്ത് പുറത്തുനിന്ന് കളിക്കാർ വന്നില്ലെങ്കിൽ ഒരു സീസൺ സംഭവിക്കുന്ന നഷ്ടം എത്ര എന്ന് നമുക്ക് വിചാരിക്കുന്നതിന് അപ്പുറമാണ്. അവിടുത്തെ കായിക രംഗത്തിന് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമായി മാറി. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ പുറത്ത് നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമായിരിക്കണം, നീതിയുക്തമായ അന്വേഷണം നടത്തണം. ഹസന് നീതി കിട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകണം. കുറ്റക്കാരായാലും പരമാവധി ശിക്ഷിക്കപ്പെടണം. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് കിട്ടുകയും വേണം. ഇപ്പൊ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ പിന്നീട് അവസരത്തിലൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ മാതൃകാപരമായി ശിക്ഷിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ മലപ്പുറത്തെ സെവൻസ് ഫുട്ബോളിനും ഫൈവ്സിനും എല്ലാം അത് കാര്യമായിരിക്കും. പുറത്തുനിന്ന് ആരും വരാൻ തയ്യാറാവില്ല. ആരും സുരക്ഷിതത്വമില്ലാത്തവരിടത്തേക്ക് എങ്ങനെ വരും? ഇവിടെ കേരളം അന്താരാഷ്ട്ര ടീമുകളെ കൊണ്ട് ഫുട്ബോൾ നടത്താൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത സമയത്ത് ഒരു വിദേശ കളിക്കാരൻ ഇവിടെ ആൾക്കൂട്ടത്തിൽ ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ISL നടക്കുന്നുണ്ട്, ഇതിലെല്ലാം പുറത്തുനിന്നുള്ള കളിക്കാരുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന തലത്തിലല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ നാഷണൽ മീഡിയാസും ഈ വാർത്ത കവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇന്റർനാഷണൽ മീഡിയ അത് കവർ ചെയ്യും. അതിന്റെ റീച്ച് വേറെ രീതിയിലേക്കാണ്. അത് സ്വാഭാവികമായും ഇവിടെ ISL അടക്കമുള്ള ടൂർണമെന്റിൽ കളിക്കാൻ വരുന്ന വിദേശ കളിക്കാരുടെ സുരക്ഷിതത്വത്തിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവുകയും അവരൊക്കെ മാറി നിന്നാൽ എന്തായിരിക്കും നമ്മുടെ ഫുട്ബോളിന്റെ ഭാവി? ഫുട്ബോളിന് വേണ്ടി ഇവിടെ അഹോരാത്രം സംഘടനകളും സർക്കാരും എല്ലാം പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണികളുടെ ഭാഗത്തുനിന്ന് ആവേശകരമായി സ്വീകരിക്കേണ്ട കാണികളുടെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായി ഇത്തരം ഇടപെടലുകൾ ഉണ്ടായാൽ അത് കായിക രംഗത്തിന് ഭീഷണി തന്നെയാണ്. ഇവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന് ഭാഗമായി അതും അന്വേഷിക്കണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി ശിക്ഷിക്കാനുള്ള നമ്മളുണ്ടാവണം, അത് ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ UEFA തന്നെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാംസൊക്കെ നടത്തിയിരുന്നു. അത്തരം ഒരു പ്രോഗ്രാമുകൾ നമുക്ക് വേണ്ടി വരുമോ? അല്ല ഇതൊരു ചെറിയൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാൽ മതിയാവും അല്ലേ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ കാണണം. ഇത് നമ്മൾ ഒറ്റപ്പെട്ട അല്ലാതെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. അതിനെ നമ്മൾ അങ്ങനെ ആസൂത്രിതമായൊരു ഇതൊന്നും നിൽക്കണ്ട. പെട്ടെന്നുണ്ടായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പക്കാർക്കുണ്ടായി ഇതാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അവരൊരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല. പക്ഷേ ആവേശം അതിരുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായ സാമൂഹിക സാഹചര്യത്തിൻ്റെ ഭാഗം കൂടെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. യുവാക്കളിൽ കൂടുതൽ ക്ഷമയും സാഹോദര്യമൊക്കെ വളർത്താനുള്ള പരിപാടികളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ യൂറോപ്പിലും US-ലും UK-യിലൊക്കെ വംശീയ അധിക്ഷേപം എന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനൊരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്.
എല്ലാ കാലത്തും അവിടെ വംശീയാധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് യുഹയും അതുപോലെ തന്നെ പല സംഘടനകളും ഇതിനെതിരെ, കായിക സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അത്രയൊരു സാഹചര്യമില്ല, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനമായി സംഘടനകളും സർക്കാരുമൊക്കെ ഇതിനകത്ത് മുൻകൈ എടുത്ത് ഒരു ഇടപെടൽ നടത്തുക തന്നെ വേണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഫുട്ബോളിൻ്റെയും അതുപോലെ തന്നെ കായിക വളർച്ചയെയും തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ആരാണോ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ നടത്തുന്നത് അവർക്കെതിരെ ശക്തമായുള്ളൊരു ശിക്ഷ തന്നെ വേണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ആവേശമാകാം, ആകാശത്തോളം ആവേശമാകാം, പക്ഷെ അതൊരിക്കലും അതിര് വിടരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതാണ്. അടുത്തൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം.